ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പീറ്റർ പാർക്കറിന്റെ കുട്ടിക്കാലമാണ്. ഒരു ദിവസം അവൻ വീട്ടിൽ ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഒളിച്ചതിന് ശേഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ആരെയും അവിടെ കാണുന്നില്ല. അവൻ അവന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അങ്ങോട്ട് വരുന്നില്ല. അവൻ അവിടെയൊക്കെ തെരഞ്ഞു നോക്കാൻ തുടങ്ങി. കുറെ തെരഞ്ഞതിന് ശേഷം അവൻ നേരെ ചെല്ലുന്ന അവന്റെ അച്ഛന്റെ റൂമിലേക്കാണ്. ആ റൂമാകെ അലങ്കോലമായിട്ട് കിടക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉറക്കെ അവന്റെ അച്ഛനെ വിളിക്കുന്നു. ഈ സമയം അവന്റെ അച്ഛനായ റിച്ചാർഡ് പാർക്കർ അങ്ങോട്ട് ഓടി വരുന്നു. ആ റൂമിന്റെ അവസ്ഥ കാണുമ്പോൾ അയാൾ അവിടേക്ക് തെരഞ്ഞു നോക്കാൻ തുടങ്ങി. കുറച്ചു സമയത്ത് തെരച്ചിലിന് ശേഷം അയാൾ അവിടെ നിന്നൊരു ഫയൽ കയ്യിലെടുക്കുന്നു. അയാൾ അവിടുത്തെ ബോർഡിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലന്തയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ വേഗം അതെല്ലാം മായ്ച്ചു കളയുന്നു. അതിനുശേഷം വേഗം പീറ്ററിനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അയാളും പീറ്ററും പീറ്ററിന്റെ അമ്മയും ചേർന്ന് റിച്ചാർഡ് പാർക്കറിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. ബെൻ പാർക്കർ, മേയ് പാർക്കർ എന്നാണ് അവരുടെ പേര്. അവർ പീറ്ററിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇനി മുതൽ പീറ്റർ ആന്റിയുടെയും അങ്കിളുടെയും കൂടെയാണ് താമസിക്കുന്നത്. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ അവരുടെ കൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. റിച്ചാർഡ് പീറ്ററിനെ അവിടെ ആക്കിയതിനു ശേഷം തിരിച്ചു പോകാൻ നേരത്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പീറ്റർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയായിട്ട് റിച്ചാർഡ് ഒന്നും പറയുന്നില്ല. നല്ല കുട്ടിയായിട്ട് ഇവിടെ ജീവിക്കണം എന്ന് മാത്രമാണ് അയാൾ മറുപടി പറയുന്നത്. അതിനുശേഷം അയാൾ വേഗം അയാളുടെ ഭാര്യയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അയാൾ പോകുന്നത് വളരെ വിഷമത്തോടെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പീറ്റർ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പീറ്റർ ഇപ്പോൾ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു അന്തർമുഖനായ ക്യാരക്ടറാണ് പീറ്റർ. അതുകൊണ്ട് തന്നെ അവന് വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. അവന്റെ ക്ലാസ്മേറ്റ് ആയ ഫ്ലാഷ് എന്നൊരു പയ്യനുണ്ട്. ചെറിയൊരു വില്ലത്തരമുള്ള സ്വഭാവമാണ് അവന്റേത്. പീറ്റർ ആരോടൊന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ ഏത് സമയം പീറ്ററിനെ ഉപദ്രവിക്കുക എന്നത് ഫ്ലാഷിന്റെ ഒരു ഹോബിയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും പീറ്റർ തിരിച്ചൊന്നും തന്നെ ചെയ്യത്തില്ല. പീറ്ററിന് പ്രധാനമായും രണ്ട് ഇഷ്ടപ്പെട്ട വിനോദങ്ങളുണ്ട്. അതിലൊന്ന് സ്കേറ്റിംഗ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും. അവൻ വളരെ നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് എടുക്കും. അതുകൊണ്ട് തന്നെ ഏത് സമയം ഒരു ക്യാമറയും തൂക്കിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. അവന്റെ സ്കൂളിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ഗ്വെൻ എന്നാണ് അവളുടെ പേര്. പക്ഷെ ഇതുവരെയായിട്ടും അവൻ അവന്റെ ഇഷ്ടം അവളോട് പറഞ്ഞിട്ടില്ല. ചാൻസ് കിട്ടുമ്പോഴൊക്കെ നൈസായിട്ട് അവളുടെ ഫോട്ടോയെ അവൻ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഫ്ലാഷ് എന്ന് പറയുന്നവൻ ഒരു പയ്യനെ പിടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കുട്ടികൾ അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയം പീറ്റർ അങ്ങോട്ട് ചെല്ലുന്നു. പീറ്ററിനെ കാണുമ്പോൾ ഫ്ലാഷ് ആ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് തന്നെ പീറ്റർ ആ ഫോട്ടോ എടുക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ ഫോട്ടോ എടുക്കാത്തത് കാണുമ്പോൾ ഫ്ലാഷ് ആ പയ്യനെ വിട്ട് നേരെ പീറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. പീറ്റർ ആണെങ്കിൽ അവനെ തിരിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ സമയത്താണ് ഗ്വെൻ അങ്ങോട്ട് വരുന്നത്. ഫ്ലാഷ് പീറ്ററിനെ ഇടിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ വേഗം വന്ന് ഫ്ലാഷിനെ തടയുന്നു. അതിനുശേഷം ഓരോന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവൾ വന്നത് കൊണ്ടാണ് പീറ്റർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഫ്ലാഷ് പോയത് കൊണ്ട് തന്നെ അവനാകെ സമാധാനത്തിൽ അവിടെ തന്നെ കിടക്കാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൻ ക്ലാസ്സിൽ തിരിച്ചെത്തി. ഈ സമയം ഗൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ ആദ്യമായിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എന്താണ് നിന്നെ തല്ലിയപ്പോൾ തിരിച്ചു തല്ലാത്തത്? പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ അവൻ പറഞ്ഞ പോലെ ആ പയ്യന്റെ ഫോട്ടോസ് ഒന്നും എടുത്തില്ലല്ലോ. അത് നല്ല കാര്യം തന്നെയാണ് അവൾ പറയുന്നു. അങ്ങനെ ആ സംസാരത്തിലാണ് അവൾ ആദ്യമായിട്ട് അവന്റെ പേര് ചോദിക്കുന്നത്. അവൾ അത് ചോദിച്ചപ്പോഴാണ് അവൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അവൻ ഇത്ര കാലമായിട്ട് അവളുടെ പുറകെ നടക്കായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അവൾക്ക് അവന്റെ പേര് പോലും അറിയത്തില്ല. അത് അവനിൽ ചെറിയൊരു നിരാശ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അവൾ ചോദിച്ചതുകൊണ്ട് അവൻ അവന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ചവന്റെ വീട്ടിലെത്തി. അവനും അവന്റെ അങ്കിളും ഇപ്പോൾ ആ വീടിന്റെ തട്ടിമ്പുറത്താണ് നിൽക്കുന്നത്. അയാൾ ഇപ്പോ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയത്തെ ക്ലീനിങ്ങിന് ശേഷം അയാൾ താഴേക്ക് പോകുന്നു. ഈ സമയം പീറ്റർ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവനൊരു സാധനം കാണുന്നത്. അതൊരു ബാഗായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അത് അവന്റെ അച്ഛന്റെ ബാഗാണ് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം അത് കയ്യിലെടുക്കുന്നു. അതിനുശേഷം അവന്റെ ആന്റിയുടെ അങ്കിളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ആ ബാഗ് എടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ല. ഇത് നിന്റെ അച്ഛന്റെ ബാഗാണ്, ഇത് ഞാൻ നിനക്ക് തരാൻ മറന്നുപോയി എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം പീറ്റർ ആ ബാഗിന്റെ ഉൾവശം പരിശോധിക്കാൻ തുടങ്ങി. അതിനകത്ത് മുഴുവൻ അവന്റെ അച്ഛന്റെ സാധനങ്ങൾ തന്നെയാണ്. അതിൽ അവന്റെ അച്ഛന്റെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. ആ ഫോട്ടോയിൽ അവന്റെ അച്ഛന്റെ കൂടെ മറ്റൊരാളും നിൽക്കുന്നുണ്ട്. അതാരാണ് എന്ന് പീറ്റർ അങ്കിളിനോട് ചോദിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്നാണ് അങ്കിൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അങ്കിളുമായിട്ടുള്ള സംസാരത്തിന് ശേഷം അവൻ ആ ബാഗുമായി നേരെ അവന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ റൂമിൽ എത്തിയ ഉടനെ തന്നെ അവൻ ആ ബാഗ് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ മുഴുവനായിട്ടും അവന്റെ അച്ഛന്റെ സാധനങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യം അവന് കിട്ടുന്നത് അച്ഛൻ ഉപയോഗിച്ചൊരു കണ്ണടയാണ്. അവൻ വേഗം അവന്റെ കണ്ണിലെ ലെൻസ് എല്ലാം ഊരി മാറ്റി ആ കണ്ണട എടുത്തു വെക്കുന്നു. അതിനുശേഷം അവൻ നോക്കുന്നത് അവന്റെ അച്ഛന്റെ ID കാർഡാണ്. അതിൽ നിന്നും അദ്ദേഹം ഓസ്കോർപ്പ് എന്നൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്ന് അവന് മനസ്സിലായി. അങ്ങനെ ആ ID കാർഡ് മാറ്റിവെച്ച ശേഷം അവൻ വീണ്ടും ആ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി. ആ ബാഗിന്റെ ഒരു രഹസ്യ അറയിലായി ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. അവൻ വേഗം അത് കയ്യിലെടുക്കുന്നു. അതിനുശേഷം അതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാൻ തുടങ്ങി. അതിനകത്ത് ഒരു അൽഗോരിതം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അവൻ. ഈ സമയത്താണ് അവന്റെ അങ്കിള് വാതിൽ മുട്ടുന്നത്. അവൻ വേഗം അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് ആ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ സമയം അവന്റെ അങ്കിൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ നിന്നോട് ഒരു കളവ് പറഞ്ഞു. ആ ഫോട്ടോയിൽ കാണുന്ന ആളെ എനിക്ക് അറിയാം. അയാളുടെ പേര് ഡോക്ടർ കോണേഴ്സ് എന്നാണ്. അയാളും നിന്റെ അച്ഛനും വർഷങ്ങളായിട്ട് ഒരുമിച്ചാണ് ജോലി ചെയ്തത്. പക്ഷെ നിന്റെ അച്ഛനും അമ്മയും മരിച്ച ആ രാത്രിക്ക് ശേഷം അയാൾ പിന്നീട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല, അവന്റെ അങ്കിൾ പറയുന്നു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം പോകാൻ നേരത്ത് അവന്റെ കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പറിൽ ഗ്വന്നിന്റെ ഫോട്ടോ അയാൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ആ പെൺകുട്ടി കൊള്ളാൻ കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ അങ്കിൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം പീറ്റർ
വേഗം ഇന്റർനെറ്റിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ ആദ്യം നോക്കുന്നത് അവന്റെ അച്ഛന്റെ അമ്മയുടെയും മരണത്തെക്കുറിച്ചാണ്. ഒരു പ്ലെയിൻ ക്രാഷിലാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതൊക്കെയാണ് അവനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നോക്കിയതിനു ശേഷം അടുത്തതായിട്ട് അവൻ സെർച്ച് ചെയ്യുന്നത് ഡോക്ടർ കോണേഴ്സിനെ കുറിച്ചാണ്. ആ സെർച്ചിങ്ങിൽ അയാളെ കുറിച്ചുള്ള കുറെ ആർട്ടിക്കിൾസ് അവൻ ഇന്റർനെറ്റിൽ കാണുന്നുണ്ട്. മാത്രമല്ല അയാൾ ഇപ്പോഴും ഓസ്കോർപ്പിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പിറ്റേ ദിവസം തന്നെ നേരെ ഓസ്കോർപ്പ് എന്ന കമ്പനിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവൻ ആ കമ്പനിയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവന് മറ്റൊരു കാര്യം മനസ്സിലായത്. അവിടെ ഒരു ഇന്റേൺഷിപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരുപാട് സ്റ്റുഡൻസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സ്റ്റുഡൻസിൽ ഒരാളുടെ പേര് ഉപയോഗിച്ചിട്ടാണ് അവൻ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ അവൻ ആ കുട്ടികളുടെ അടുത്ത് എത്തുമ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കാണുന്നത്. അതായത് ഗൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവൾ ഡോക്ടർ കോണേഴ്സിന്റെ അസിസ്റ്റന്റ് ആണ്. പെട്ടെന്ന് അവളെ അവിടെ കാണുമ്പോൾ അവൻ എല്ലാവരുടെ ഇടയിൽ മറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൻ അവനെ കാണുന്നുമില്ല. ഗൻ വേഗം ആ കുട്ടികളെ എല്ലാവരെയും കൂട്ടി നേരെ ഡോക്ടർ കോണറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ കുട്ടികളെ കാണുമ്പോൾ ഡോക്ടർ അയാളെ കുറിച്ച് പറയാൻ തുടങ്ങി. അയാൾക്കൊരു കൈയില്ല. അയാൾ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെപ്റ്റൈൽസിലാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ഒരു വീക്ക്നെസ് പോലും ഇല്ലാത്തൊരു ലോകത്തെ വാർത്തെടുക്കണം എന്നൊക്കെയാണ് അയാളുടെ ലക്ഷ്യം എന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഞാൻ എന്ത് തന്നെ റിസർച്ചാണ് നടത്തുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്ന് അയാൾ ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നത് പീറ്ററാണ്. ക്രോസ് സ്പീഷീസ് ജനറ്റിക്സ് അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അതിന് പല ഉദാഹരണങ്ങളും അവൻ പറയുന്നുണ്ട്. അവൻ ആ സംസാരിക്കുമ്പോഴാണ് ഗൻ അവനെ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം അവളുടെ കയ്യിലുള്ള ലിസ്റ്റ് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അവന്റെ പേര് അതിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മറ്റാരുടെയോ പേരിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾ ആ കാര്യം പുറത്തു പറയുന്നില്ല. ഈ സമയം പീറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഡോക്ടർക്ക് ഒരു കോള് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് അർജന്റായിട്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരെയും ഗന്നിനെ ഏൽപ്പിച്ച് അയാൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയി കഴിയുമ്പോൾ ഗൻ കുട്ടികളെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പീറ്റർ നൈസായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പക്ഷെ ഗൻ അവനെ വിടുന്നില്ല. അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. നീ ഇവിടെ വേറൊരാളുടെ പേരിലല്ല വന്നിരിക്കുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്നെ ഫോളോ ചെയ്ത് വന്നാണോ? അവൾ ചോദിക്കുന്നു. ഏയ് ഒരിക്കലും അല്ല. നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾ പിന്നീട് ഒന്നും പറയുന്നില്ല. എനിക്ക് വർക്കുണ്ട്. നീ ഈ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ തന്നെ നിൽക്ക്, അല്ലെങ്കിൽ പണിയാകും എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൻ ആ സ്റ്റുഡൻസിന്റെ അടുത്തേക്കല്ല പോകുന്നത്. അവൻ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരാളുമായിട്ട് അവൻ കൂട്ടിയിടിക്കുന്നത്. ആ കൂട്ടിയിടിയിൽ അയാളുടെ കയ്യിലുള്ള ഫയല് താഴേക്ക് വീഴുന്നു. അയാളുടെ പേര് രജിത്ത് എന്നാണ്. ആ ഫയല് താഴെ വീണത് കാണുമ്പോൾ അവൻ വേഗം ആ ഫയല് കയ്യിലെടുക്കുന്നു. ആ ഫയലിനകത്ത് രണ്ട് ചിഹ്നങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ ചിഹ്നങ്ങൾ തന്നെയാണ് അവന്റെ അച്ഛന്റെ ബാഗിലുണ്ടായിരുന്ന ആ ഫയലിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. ഈ സമയം രജിത്ത് ആ ഫയലും മേടിച്ച് വേഗം അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയി കഴിയുമ്പോഴും അവന്റെ ആ സംശയം തീരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം നടന്നതിന് ശേഷം അയാൾ നേരെ ഒരു റൂമിന്റെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. അതൊരു പാറ്റേണിലോക്കുള്ള റൂമായിരുന്നു. അയാൾ വേഗം ആ റൂമിന്റെ വാതിൽ തുറക്കുന്നു. ഈ സമയം രണ്ട് സയന്റിസ്റ്റുകൾ പുറത്തേക്ക് വരുന്നു. കുറച്ചു സമയം അവർ അവിടെ നിന്ന് സംസാരിച്ച ശേഷം ആ സയന്റിസ്റ്റുകളും അയാളും നേരെ മറ്റൊരിടത്തേക്കാണ് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ പീറ്റർ വേഗം ആ റൂമിന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അവൻ ആ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ച് അവൻ വേഗം ആ റൂമിന്റെ വാതിൽ തുറക്കുന്നു. അങ്ങനെ അവൻ ആ റൂമിന്റെ അകത്തെത്തി. അവിടുത്തെ ആ പരിശോധനയിൽ ചിലന്തിയുടെ വല വെച്ച് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് അവന് മനസ്സിലായി. അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് അവൻ വലിയൊരു മെഷീൻ കാണുന്നത്. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിറയെ ചിലന്തികളായിരുന്നു. അതിലൂടെയാണ് അവർ ആ ചിലന്തി വലകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അതൊക്കെ നടന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്കിടയിൽ അവൻ ആ ചിലന്തി വലയിൽ ഒന്ന് തൊടുന്നു. പെട്ടെന്ന് ആ മെഷീനിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അതോടൊപ്പം അതിനകത്തുള്ള ചിലന്തികൾ മുഴുവൻ അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. വളരെ കഷ്ടപ്പെട്ട് അതിനെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഇതേ സമയം തന്നെ ഡോക്ടർ കോണേഴ്സും രജിത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറെ ആയില്ലേ നിങ്ങളുടെ റിസർച്ച് ആരംഭിച്ചിട്ട്? ഇത് ഇതുവരെയായിട്ടും തീർന്നില്ലേ? അയാൾ ചോദിക്കുന്നു. അതേക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. അതിനുള്ളിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ ഈ റിസർച്ച് കംപ്ലീറ്റ് ആക്കും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അതേക്കുമ്പോൾ എങ്കിൽ എത്രയും പെട്ടെന്ന് ആക്കാൻ നോക്കൂ. ഒരുപാട് സമയമൊന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കത്തില്ല. ഓൾറെഡി ഈ കമ്പനി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഈ കമ്പനിയിൽ ഒരു ഭാവി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം രജിത്ത് അവിടെ നിന്ന് പോകുന്നു. അയാൾ പറഞ്ഞത് കേട്ട് വളരെ ടെൻഷനോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ കോണേഴ്സ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. പീറ്റർ ആ റൂമിന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ അങ്ങോട്ട് നടന്നു വരുന്നത് കാണുമ്പോൾ ഗുവൻ വേഗം അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. നിന്നോട് ഞാൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ സ്കൂട്ടായല്ലേ, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നിന്റെ ID കാർഡ് ഇങ്ങതാ, അവൾ പറയുന്നു. അതേക്കുന്ന അവൻ അവളോട് ഒരു സോറി പറഞ്ഞ ശേഷം ആ ID കാർഡ് അവൾക്ക് നേരെ നീട്ടുന്നു. അത് കിട്ടിയ ഉടനെ തന്നെ അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവൻ ആ ചിലന്തികളെ മുഴുവൻ തട്ടി മാറ്റിയെങ്കിലും ഒരു ചിലന്തി അവന്റെ ഷർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് വരുന്നു. അതിനുശേഷം ശക്തിയായിട്ട് അവനെ കടിക്കുന്നു. അവന് ശരിക്കും വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവന്റെ ആ കഴുത്തിന്റെ ഭാഗത്ത് അടിക്കുന്നു. അതിനുശേഷം കഴുത്തും തടവിക്കൊണ്ട് അവൻ വേഗം ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ സമയം രാത്രിയായി. പീറ്റർ ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിനിലാണ് അവനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചിലന്തി കടിച്ചുകൊണ്ട് തന്നെ അവന് വല്ലാണ്ട് ക്ഷീണമുണ്ട്. അവൻ അവിടെയുള്ള ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവനിങ്ങനെ ബോധം കെട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ അവിടെ ഒരു കള്ളുടിയും നിൽക്കുന്നുണ്ട്. അയാൾക്ക്
ഭയങ്കര കൗതുകമായി അയാൾ വേഗം ഒരു ബിയർ ബോട്ടിൽ എടുത്ത് അവന്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നു. ഈ സമയത്താണ് ആ ബിയർ ബോട്ടിൽ നിന്നും ഒരു തുള്ളി അവന്റെ നെറ്റിയിലേക്ക് വീഴുന്നത്. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കുന്നു. ആ ചാട്ടം നേരെ ട്രെയിനിന്റെ റൂഫിലേക്കായിരുന്നു. അവൻ ഇങ്ങനെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എന്താണ് അവന് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം അവൻ അറിയാതെ അവിടെയുള്ള ഒരു ലേഡിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അവന്റെ കയ്യിൽ ഊരിപ്പോയിരുന്നു. അത് കാണുമ്പോൾ അവളുടെ ഹസ്ബൻഡിന് ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ അവനെ പിടിച്ചിടിക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ അവന് കൊള്ളുന്നില്ല. അവൻ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബാക്കിയുള്ളവർ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അവൻ അവിടെ എന്തിലൊക്കെ തുടർന്നോ അതെല്ലാം അവന്റെ കയ്യിൽ ഊരി പോരുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. മാത്രമല്ല ഒരാൾക്കും അവൻ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ അറിയാതെയാണെങ്കിലും എല്ലാവരെയും അവൻ ഇടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ അവന്റെ വീട്ടിലെത്തി. അവന്റെ ആന്റിയും അങ്കിളും വളരെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവൻ ഒരുപാട് ലേറ്റ് ആയിരിക്കുന്നു. അതിനവൻ കുറെ സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ ഫ്രിഡ്ജിൽ നിന്നും കുറെ ഫുഡ് എടുത്ത് അവന്റെ റൂമിലേക്ക് പോകുന്നു. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. അത് അവന്റെ ആ പെരുമാറ്റം കാണുമ്പോൾ അവർ രണ്ടുപേരും ഒന്നും മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവന്റെ റൂമിലെത്തി. ആ ഭക്ഷണം മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് ശരിക്കും ആശ്വാസമായത്. അവൻ അവന്റെ മുഖമൊക്കെ കഴുകാൻ തുടങ്ങി. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കഴുത്തിന് താഴെയായി ഒരു നൂൽ പോലെ എന്തോ അവൻ കാണുന്നുണ്ട്. അവൻ അത് പതുക്കെ കയ്യിലെടുത്ത് നോക്കുന്നു. അത് അവന്റെ കഴുത്തിന്റെ പുറകിലത്തെ ആ മുറിവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവൻ വേഗം അത് പൊട്ടിച്ച് കയ്യിലെടുത്ത് നോക്കുന്നു. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിൽ അവനെ കടിച്ച ചിലന്തിയായിരുന്നു. അതിന്റെ ആ വെബിലാണ് അത് തൂങ്ങിക്കിടക്കുന്നത്. അതിപ്പോൾ ചത്തിരിക്കുകയാണ്. വളരെ ടെൻഷനോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസമായി. ഈ ദിവസം മുതൽ അവന്റെ ജീവിതം തന്നെ മാറി മറിയാണ്. അവനിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ സാധാരണ തൊടുന്ന പോലെ എന്തിൽ തൊട്ടാലും അതെല്ലാം പൊളിഞ്ഞ് അവന്റെ കയ്യിലേക്ക് വരികയാണ്. അവനൊന്നും മര്യാദയ്ക്ക് പല്ല് തേക്കാൻ പോലും സാധിക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് ഹാലൂസിനേഷൻസും അവൻ ഉണ്ടാവുന്നുണ്ട്. അവൻ വേഗം അവന്റെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ചിലന്തി കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക എന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണയായിട്ട് കാണുന്നത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവനുണ്ടായ അനുഭവങ്ങളൊന്നും തന്നെ അതിൽ കാണുന്നില്ല. മാത്രമല്ല അവന് കൂടുതൽ സമയം അതൊന്നും സെർച്ച് ചെയ്യാനും സാധിക്കുന്നില്ല. അവന്റെ ടെൻഷൻ കാരണം അവൻ വളരെ സ്പീഡിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ കീബോർഡിന്റെ കീസ് എല്ലാം പൊട്ടി അവന്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് അവൻ ചെയ്യുന്നത് അവന്റെ അച്ഛന്റെ ഫയലിൽ കണ്ട ആ അൽഗോരിതം ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഡോക്ടർ കോണേഴ്സിന്റെ ഒരു ബുക്ക് അവൻ റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം അവൻ നേരെ ചെല്ലുന്നത് ഡോക്ടർ കോണേഴ്സിന്റെ വീട്ടിലേക്കാണ്. ഞാൻ റിച്ചാർഡ് പാർക്കറിന്റെ മകനാണ് എന്ന് അവൻ അയാളോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ അയാൾക്കാകെ അത്ഭുതമായി. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരത്തിൽ അയാൾ അവന്റെ അച്ഛനുമായിട്ട് നടത്തിയ റിസർച്ചിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. അതായത് ക്രോസ് സ്പീഷീസ് ജെനറ്റിക്സിനെ കുറിച്ച്. അവർ വർഷങ്ങളായിട്ട് അതിന്റെ പുറകെ തന്നെയായിരുന്നു. അവന്റെ അച്ഛന്റെ കയ്യിലായിരുന്നു അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടായത്. അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് തന്നെ അയാളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ഒന്നും ഡോക്ടർ കോണേഴ്സിന് കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് അയാൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം അവൻ ആ അൽഗോരിതം അയാളെ കാണിക്കുന്നു. അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാളുടെ ആ റിസർച്ചിന്റെ സൊല്യൂഷൻ ആയിരുന്നു അൽഗോരിതം. ഇതെങ്ങനെ നീ കണ്ടെത്തിയെന്ന് അയാൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അത് അവൻ തന്നെ കണ്ടെത്തിയതാണ് എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് നീ എന്റെ ലാബിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് ബാക്കി സംസാരിക്കാം അയാൾ പറയുന്നു. അത് കേൾക്കുന്ന അവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഡോക്ടർ ഇപ്പോൾ ആ അൽഗോരിതം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ അയാളുടെ കയ്യിലേക്കും കൂടെ ഒന്ന് നോക്കുന്നു. ആ അൽഗോരിതം വെച്ച് അയാളുടെ ആ കൈ ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് അയാൾക്ക് ഇപ്പോൾ തീർച്ചയായി. അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ടാണ് അയാൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. പീറ്ററിന് ഇപ്പോൾ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചിലന്തി അതിന്റെ വെബിൽ തൂങ്ങുന്ന പോലെ അവൻ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് വെബൊന്നും വരുന്നില്ല. അവൻ ഒരിടത്തു നിന്നും അവിടുത്തെ ചങ്ങലയിൽ തൂങ്ങിയിട്ടാണ് അതൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. അവൻ വിചാരിക്കുന്ന പോലെ തന്നെ അവന് തൂങ്ങാനും ചാടാനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് അവനിപ്പോൾ. അങ്ങനെ അവൻ ഡോക്ടർ കോണേഴ്സ് പറഞ്ഞ പോലെ തന്നെ അയാളെ കാണാൻ വേണ്ടി അയാളുടെ ലാബിലേക്ക് ചെന്നിരിക്കുകയാണ്. അയാൾ അവിടെ വെച്ച് അയാൾ ചെയ്യുന്ന റിസർച്ച് ഒക്കെ അവനോട് പറയാൻ തുടങ്ങി. ഒരു പല്ലിയുടെ വാൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മുളച്ചു വരും. ആ കഴിവ് മറ്റുള്ള ജീവികൾക്ക് കൂടെ കൊടുക്കുക എന്നതാണ് അയാളുടെ റിസർച്ച്. ആദ്യം അയാൾ അത് പരിശോധിച്ചത് ഒരു കൈയില്ലാത്തൊരു എലിയിലാണ്. പക്ഷെ അത് പരാജയമായിരുന്നു. ഇപ്പോൾ പീറ്ററിന്റെ അൽഗോരിതം ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് അയാൾ ഇപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത്. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അവന്റെ ആ അൽഗോരിതം വെച്ച് തിയറിറ്റിക്കലി ആ എലിയുടെ കൈ വളർന്നു വരുന്നുണ്ട്. അത് കാണുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ അവനോട് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം അവന്റെ അൽഗോരിതം വെച്ച് അവരുണ്ടാക്കിയ ആ മരുന്ന് അയാൾ ആ എലിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ കുത്തിവെക്കുന്നു. അങ്ങനെ ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് അവൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവൻ വീട്ടിലെത്തുമ്പോൾ അവന്റെ അങ്കിൾ വളരെ ദേഷ്യത്തിലിരിക്കുകയാണ്. അയാൾ അവനോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരിടത്തു നിന്ന് അവന്റെ ആന്റിയെ നേരത്തെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. പക്ഷെ അവൻ ലാബിലായതുകൊണ്ട് തന്നെ ആ കാര്യം മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ആന്റിയെ കൂട്ടാൻ പോയില്ല. അവർ ഒരുപാട് ദൂരം നടന്നാണ് വീട്ടിലെത്തിയത്. അതിന്റെ ദേഷ്യത്തിലാണ് അവന്റെ അങ്കിൾ. അയാൾ ദേഷ്യത്തോടെ അവൻ ഒരുപാട് വഴക്ക് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അവന് ശരിക്കും സങ്കടമായി. അവനും വളരെ ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അവൻ ആ പോയത് കണ്ട് അവന്റെ ആന്റിയാകെ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നീ വിഷമിക്കാതിരിക്കുക, അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവന്റെ അങ്കിൾ അവന്റെ പുറകെ പോകുന്നു. ഇതേ സമയം തന്നെ ഒരു ഷോപ്പിൽ നിന്ന് കുറെ പൈസയും മോഷ്ടിച്ചുകൊണ്ട് പുറത്തോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കള്ളൻ. അയാൾ ഓടി ചെല്ലുമ്പോൾ പീറ്ററിന്റെ അങ്കിളും അതുവഴി വരുന്നുണ്ട്. പെട്ടെന്ന് അയാൾ
അവിടെ തടഞ്ഞ് താഴേക്ക് വീഴുന്നു. അയാളുടെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. അത് കാണുന്ന അവന്റെ അങ്കിൾ അയാളെ കയറി പിടിക്കാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ ഫൈറ്റിനിടയിൽ അവന്റെ അങ്കിളിന് വെടിയേൽക്കുന്നു. അയാൾ വെടിയേറ്റ് താഴെ വീണ ഉടനെ തന്നെ ആ കള്ളൻ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതെല്ലാം കുറച്ച് അപ്പുറത്തു നിന്ന് പീറ്ററും കാണുന്നുണ്ട്. അവൻ വേഗം അവന്റെ അങ്കിളിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ അങ്കിൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് ഉറക്കെ കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ് പീറ്റർ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവന്റെ അങ്കിൾ മരിച്ചു അറിഞ്ഞ് അവന്റെ ആന്റിയാകെ വിഷമത്തിലിരിക്കുകയാണ്. പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്റെ അങ്കിൾ മരിക്കാൻ കാരണമായ അയാളുടെ ഒരു രേഖാചിത്രം പോലീസുകാരിൽ ഒരാൾ പീറ്ററിനെ കാണിക്കുന്നു. ആ കള്ളന്റെ ഇടത് കൈയിൽ ഒരു സ്റ്റാറിന്റെ ടാറ്റു ഉണ്ട് എന്നും കൂടെ ആ പോലീസുകാരൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. എങ്ങനെയെങ്കിലും അയാളെ പിടിക്കണം എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അവൻ സിറ്റിയിലേക്ക് ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും അയാളെ തേടി പിടിക്കണം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ ഒരു കള്ളൻ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. അവൻ വേഗം അയാളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ വിചാരിച്ച പോലെ അയാളല്ലായിരുന്നു അത്. ഈ സമയം അയാളുടെ കുറെ അനുയായികൾ അങ്ങോട്ട് വരുന്നു. അത് കാണുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. അവര് അവനെ വിടുന്നില്ല. ഈ സമയം അവൻ മുകളിലേക്ക് ചാടിക്കേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കള്ളന്മാരെല്ലാം അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ അവനൊരു ചുമരിലൂടെ ചിലന്തിയെ പോലെ കയറാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തുന്നു. പക്ഷെ ആ കള്ളന്മാർ അവനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയം അവൻ വീണ്ടും മുന്നോട്ട് പോകുന്നു. പെട്ടെന്നാണ് അവൻ നിൽക്കുന്ന ഭാഗം ഇടിഞ്ഞ് അവൻ നേരെ താഴേക്ക് വീഴുന്നത്. ഈ സമയം ആ കള്ളന്മാരെല്ലാം ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മുഖം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നീ എവിടെയാണെങ്കിലും നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നു. അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അവൻ. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ റൂമിനകത്ത് ഒരു മാസ്കിന്റെ ചിത്രം അവൻ കാണുന്നുണ്ട്. എന്തോ ആലോചിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലെത്തി. അവനിപ്പോൾ ആ ചിത്രത്തിൽ കണ്ട പോലെ ഒരു മാസ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി തന്റെ മുഖം ആരെയും കാണിക്കണ്ട എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ മാസ്ക് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവൻ ആ കള്ളനെ തിരയുന്നത് ആ മാസ്ക് വെച്ചിട്ടാണ്. കുറെ ആളുകൾ അവൻ പിടിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ആളെ പിടിച്ചിട്ടും അവൻ ആ കള്ളനെ മാത്രം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് അവൻ. അങ്ങനെ അവൻ വീണ്ടും വീട്ടിലേക്ക് എത്തി. അടുത്തതായിട്ട് അവൻ നോക്കുന്നത് ഓസ്കോർപ്പിലെ വീഡിയോസ് ഒക്കെയാണ്. അവിടെ അവർ ഉണ്ടാക്കിയെടുത്ത ആ വെബിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇന്റർനെറ്റിലുണ്ട്. അതാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിലന്തിയെ പോലെ വെബ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ. അതിനുവേണ്ടി ഓസ്കോർപ്പ് കണ്ടുപിടിച്ച ആ സാധനങ്ങൾ തന്നെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ വെബ് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം അവൻ ഉണ്ടാക്കിയെടുക്കുന്നു. അത് അവൻ അവന്റെ വാച്ചിലാണ് സെറ്റ് ചെയ്യുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവൻ ആ എക്യുപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവൻ അത് വെച്ച് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി അവൻ നേരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവൻ ആ വെബ് ഷൂട്ട് ചെയ്ത് അതിൽ തൂങ്ങി പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അവൻ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും സിറ്റിയിലൂടെ ആ വെബിൽ തൂങ്ങി പോകാൻ തുടങ്ങി. ബിൽഡിങ്ങിന് നേരെ ഷൂട്ട് ചെയ്ത് അതിലാണ് അവൻ തൂങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പല ആളുകളെ അവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടിക്കുക എന്ന് തന്നെയാണ് അവന്റെ ഉദ്ദേശം. അവൻ സിറ്റിയിലൂടെ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ പല ആളുകളും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ രണ്ടുപേർ അവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ അവന്റെ മുഖം ആർക്കും കാണാൻ പറ്റുന്നില്ല എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഒരു കള്ളനെ അവൻ വെബിൽ തൂക്കി താഴേക്ക് ഇടുന്നത്. അത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ആളുകളെല്ലാവരും നോക്കി നിൽക്കെ അവിടെയുള്ള ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ അവൻ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവൻ വീണ്ടും വീട്ടിലെത്തി. അടുത്തതായിട്ട് അവൻ ചെയ്യുന്നത് അവനൊരു സ്യൂട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. അതിനുവേണ്ടി പല മോഡലുകൾ അവൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനൊരു മോഡൽ ഫിക്സ് ആക്കി വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സ്യൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവൻ ആ സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവൻ ആ സ്യൂട്ട് ഇട്ടുകൊണ്ട് ആ ബിൽഡിങ്ങുകൾക്ക് മുകളിലൂടെ തൂങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ മുന്നോട്ട് പോയതിനു ശേഷം അവൻ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവന്റെ ഐഡന്റിറ്റി മറയ്ക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് ആ സ്യൂട്ട് ഇട്ടുകൊണ്ടായിരിക്കും അവന്റെ മുന്നോട്ടുള്ള യാത്ര. അങ്ങനെ സമയം രാത്രിയായി. പീറ്റർ ഇപ്പോഴും അവന്റെ അങ്കിളിനെ കൊന്ന ആ കള്ളന്റെ പുറകിൽ തന്നെയാണ്. അവനിപ്പോൾ ഒരാളെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ അയാളെ അവന്റെ ആ വല വെച്ച് അയാൾ ആ ചുമരുമായിട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് പോലീസുകാരെല്ലാം അങ്ങോട്ട് വരുന്നത്. കള്ളനെ അവൻ ലോക്ക് ചെയ്തെങ്കിലും അവർക്ക് ആർക്കും ആ കള്ളനെ വേണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി ഉടനെ തന്നെ അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ പോലീസുകാർ അവനെ വിടുന്നില്ല. അവരെല്ലാവരും തന്നെ അവനെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവർക്ക് പിടികൊടുക്കാതെ അവൻ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പീറ്റർ വീട്ടിലെത്തി. അവന്റെ ആന്റി അവനെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് കുറച്ച് മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പീറ്റർ അതൊന്നും വാങ്ങാതെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ദേഷ്യമായി. അവനോട് നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് പീറ്ററിന്റെ മുഖത്തെ പാടുകളൊക്കെ അവർ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നും അവൻ എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. നീ ഇതെന്തൊക്കെയാണ് പീറ്റർ ഈ കാണിക്കുന്നത്? നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. പക്ഷെ പീറ്റർ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അവന്റെ ആ പെരുമാറ്റമൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവന്റെ ആന്റി. അങ്ങനെ പിറ്റേ ദിവസമായി ഡോക്ടർ കോണേഴ്സും രജിത്തും ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ മരുന്ന് ആ എലിയിൽ പരീക്ഷിച്ചുകൊണ്ട് തന്നെ അതിന്റെ കൈകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അത് കാണിക്കാനാണ് കോണേഴ്സ് രജിത്തിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ രജിത്തിനാകെ സന്തോഷമായി. ഇതിപ്പോൾ സക്സസ് ആയല്ലോ
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു മനുഷ്യനിൽ പരീക്ഷിക്കണം, രജിത്ത് പറയുന്നു. ഡോക്ടറും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് അയാൾ ആ തീരുമാനം മാറ്റിയിരുന്നു. അതിന്റെ കാരണം ആ മരുന്ന് പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മനുഷ്യന്റെ ജീവൻ അപകടമായേക്കും എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് നടക്കത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. രജിത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് അയാളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും കോണേഴ്സ് അതിന് സമ്മതിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ മരുന്ന് ഇനി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ നാളെ മുതൽ ഇങ്ങോട്ട് ജോലിക്ക് വരേണ്ട കാര്യമില്ല, ഇത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതിന് ശേഷം രജിത്ത് അവിടെ നിന്ന് പോകുന്നു. രജിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ കോണേഴ്സിന് ഇപ്പോൾ പ്രഷർ കൂടിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അയാളുടെ ജോലി അത് ബാധിക്കും എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം ചെന്ന് ആ സീറം കയ്യിലെടുക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ സീറം എടുത്ത് അയാളുടെ കയ്യിൽ കുത്തിവെക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡോക്ടർ നോക്കുമ്പോൾ അയാളുടെ കൈ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എന്തൊക്കെയോ ഒരു ആവരണം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അയാൾ വേഗം അതൊക്കെ പൊളിച്ചു കളയാൻ തുടങ്ങി. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അയാളുടെ ആ ഇല്ലാത്ത കൈ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു. അയാൾ വേഗം ചെന്ന് ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിക്കുന്നു. രജിത്ത് എവിടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷെ രജിത്ത് അവിടെ നിന്ന് പോയി എന്നാണ് റിസപ്ഷനിൽ നിന്ന് അറിയിക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അയാൾക്ക് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. എങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അയാൾ വേഗം രജിത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. അയാൾ ഇപ്പോൾ ഒരു ടാക്സിയിലാണ് കയറിയിരിക്കുന്നത്. ഡ്രൈവർ എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഡോക്ടറുടെ രൂപമൊക്കെ മാറി വരാൻ തുടങ്ങി. അയാളുടെ മുഖത്തൊക്കെ എന്തൊക്കെയോ പാടുകൾ വരുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെയാണ് അയാൾ ഡ്രൈവറോട് സംസാരിക്കുന്നത്. ഇതേ സമയം തന്നെ ഗവന്നിന്റെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാണ് എല്ലാവരും. അവൾ പീറ്ററിനെ അന്നത്തെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഗവന്നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റൻ ആണ്. അവരുടെ ആ സംസാരത്തിനിടയിൽ ക്യാപ്റ്റൻ പറയുന്നത് സ്പൈഡർമാനെ കുറിച്ചാണ്. അവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പീറ്റർ ആ സംസാരത്തിൽ ഇടപെടുന്നു. നിങ്ങൾ എന്തിനാണ് അവനെ തടയാൻ ശ്രമിക്കുന്നത്? അവൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമല്ലേ ചെയ്യുന്നത്? അവൻ ആർക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പീറ്റർ പറയുന്നു. നിനക്കെന്താ അവനോട് ഇത്ര താല്പര്യം? ക്യാപ്റ്റൻ ചോദിക്കുന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. സ്പൈഡർമാനെ കുറിച്ചുള്ള ഇന്റർനെറ്റിലെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ അവൻ പോലീസിനെ സഹായിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അവൻ പറയുന്നു. പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ക്യാപ്റ്റൻ അതൊന്നും വിട്ടുകൊടുക്കുന്നില്ല. സ്പൈഡർമാനെ പിടിച്ചിട്ട് അടങ്ങൂ എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ സംസാരിച്ച് അവരിപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ഗൻ അവരുടെ ഇടയിൽ കയറി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആ ചർച്ച അവസാനിക്കുന്നു. അങ്ങനെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഗവന്നും പീറ്ററും അവരുടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടമാണ് എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല പീറ്ററിന്റെ മനസ്സിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവനാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം അവളോട് പറയണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലാണ് അവൻ. പക്ഷെ അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ അത് പറയാൻ തോന്നുന്നില്ല. അവന്റെ മുഖം വല്ലാതിരിക്കുന്ന കാണുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവൾ ചോദിക്കുന്നു. പക്ഷെ അവനൊന്നും പറയാത്തത് കാണുമ്പോൾ എങ്കിൽ ശരി, നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം അവൻ അവന്റെ വെബ് ഷൂട്ട് ചെയ്ത് അവളെ പിടിച്ച് വലിക്കുന്നു. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അപ്പോൾ നീയാണല്ലേ സ്പൈഡർമാൻ? അവൾ ചോദിക്കുന്നു. പക്ഷെ അവൾ അത് ചോദിച്ച് തീരുമ്പോഴേക്കും മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. ഈ സമയത്താണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. നിന്നോട് അച്ഛൻ താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഗൻ വീണ്ടും അവളുടെ വീട്ടിന്റെ അകത്തേക്ക് തന്നെ പോകാൻ തുടങ്ങി. ഈ സമയത്താണ് താഴെ കൂടെ പോലീസ് വണ്ടികൾ വരുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നു. അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ഗൻ. ഇതേ സമയം തന്നെ സിറ്റിയിലെ ഒരു ബ്രിഡ്ജിൽ ഒരു കാറിനകത്ത് ഇരിക്കുകയാണ് രജിത്ത്. അവിടെ വല്ലാതെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആളുകൾ എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് രജിത്തിന് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഒരു ഭീകരം പല്ലി അങ്ങോട്ട് വരുന്നത്. അത് ഡോക്ടർ കോണേഴ്സ് ആയിരുന്നു. അയാൾ ആ മരുന്ന് കുത്തിവെച്ചത് കൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ആ ഭീകര രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രജിത്തിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോക്ടർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും പീറ്ററും അങ്ങോട്ട് വരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പീറ്റർ ഡോക്ടറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഒരു കാർ ആ പാലത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു. അതിനകത്ത് ഒരു കൊച്ചു പയ്യനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പീറ്റർ വേഗം പയ്യനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ആ പയ്യനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആ കാർ കത്തിപ്പിടിക്കുന്നത്. അത് കത്തിപ്പിടിച്ച് താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ പീറ്റർ വേഗം വെബ് ഷൂട്ട് ചെയ്ത് ആ പയ്യനെ രക്ഷിക്കുന്നു. അങ്ങനെ അവൻ ആ പയ്യനെയും കൂട്ടി നേരെ അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. തന്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അയാൾ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. നീ ആരാണ്? അയാൾ പീറ്ററിനോട് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാനാണ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞതിന് ശേഷം പീറ്റർ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡോക്ടർ കോണേഴ്സ് ഇപ്പോൾ ആ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ഓവുചാലിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. ആ മരുന്നിന്റെ ഡോസ് തീർന്നുകൊണ്ട് തന്നെ അയാളുടെ രൂപമെല്ലാം മാറി അയാൾ അയാളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്പൈഡർമാൻ അയാളെ തടഞ്ഞതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുകയാണ്. കുറെ ആളുകൾ അയാൾക്ക് മുന്നിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനാണ് എല്ലാവരും അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വലിയ ലിസാർഡ് മാത്രമല്ല, സ്പൈഡർമാൻ ആളുകൾക്ക് ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനെയും പിടിക്കുന്നതാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഡോക്ടർ കോണേഴ്സിനെ കാണാൻ വന്നിരിക്കുകയാണ് പീറ്റർ. ഉരകങ്ങളെ കുറിച്ചുള്ള ഒരു സംശയം ചോദിക്കാനാണ് അവൻ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് അയാൾ അതിനെക്കുറിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. എനിക്ക് അർജന്റായിട്ട് ഒരിടം വരെ
വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അയാളുടെ ആ സംസാരത്തിൽ അവൻ അയാളുടെ കഴുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ എന്തോ ഒരു പാടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. അതായത് അവർ ആ മരുന്ന് കുത്തിവെച്ച ആ എലി ഇപ്പോൾ ഒരു ഭീകര ജീവിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിപ്പോൾ അവിടെയുള്ള മറ്റൊരു എലിയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഒരു ഞെട്ടലോടെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് പീറ്റർ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ പീറ്റർ വളരെ പെട്ടെന്ന് തന്നെ നേരെ ക്യാപ്റ്റനെ കാണാനാണ് ചെല്ലുന്നത്. ക്യാപ്റ്റനോട് അവൻ പറയുന്നത് ഡോക്ടർ കോണേഴ്സ് ആണ് ആ ലിസാർഡ് എന്നാണ്. അയാൾ അയാളുടെ ശരീരത്തിൽ ഒരു മരുന്ന് കുത്തിവെച്ചു, അങ്ങനെയാണ് അയാൾ ആ ലിസാർഡായി മാറിയിരിക്കുന്നത് എന്നൊക്കെ പീറ്റർ അയാളോട് പറയുന്നു. പക്ഷെ അവൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അയാളുടെ മകൾ ഗ്വെന്നിന്റെ ഒരു മെന്റർ കൂടെയാണ് ആ ഡോക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്കുമെന്ന് പറഞ്ഞ് അയാൾ പീറ്ററിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവൻ പോയി കഴിയുമ്പോൾ ചെറിയൊരു സംശയം അയാൾക്ക് തോന്നുന്നുണ്ട്. അയാൾ വേഗം ഡോക്ടർ കോണേഴ്സിന്റെ മുഴുവൻ ഹിസ്റ്ററി എടുക്കാൻ അവിടെയുള്ള ഒരു പോലീസുകാരനോട് പറയുന്നു. അങ്ങനെ പീറ്റർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തൂടെ നടക്കുകയാണ്. വളരെ നിരാശയിലാണ് അവൻ. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ അവൻ 2-3 അരണകളെ കാണുന്നുണ്ട്. അതെല്ലാം അടിയിലത്തെ സീവേജിലേക്കാണ് പോകുന്നത്. അവൻ വേഗം അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിനടിയിലാണ് ഡോക്ടർ ഉണ്ടാവുക എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ കോണേഴ്സ് തന്നെയാണ് ആ ഭീകരം പല്ലിയെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ നേരെ ആ സീവേജിലേക്ക് ചെന്ന് അവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ അവിടെ വല നെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവിടെ ഒരു വല നെയ്തെടുക്കുന്നു. അതിനുശേഷം അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ കുറെ അരണകൾ ആ വലയിലേക്ക് വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൻ അവറ്റകളെ ഫോളോ ചെയ്യുന്നു. പെട്ടെന്നാണ് ആ ഭീമൻ പല്ലി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പീറ്ററും അയാളും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ പല്ലിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എങ്കിൽ അവനെ കൊണ്ടാവുന്ന വിധത്തിൽ അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും കാര്യമില്ലായിരുന്നു. ആ പല്ലി തന്നെയാണ് ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്. ആ പല്ലി അവനെ കൊല്ലുമെന്നാവുമ്പോൾ അവൻ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. അതിനുശേഷം ആ സീവേജിലൂടെ നീന്തി അവൻ വേഗം അവിടെ നിന്ന് പോകുന്നു. അവൻ രക്ഷപ്പെട്ടത് കണ്ട് ആകെ നിരാശയിൽ നിൽക്കുകയാണ് ഡോക്ടർ. ഈ സമയത്താണ് അയാൾ ആ ക്യാമറ ശ്രദ്ധിക്കുന്നത്. ഇത് പീറ്റർ പാർക്കറിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് ആ ക്യാമറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അപ്പോൾ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിൽ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അയാൾ. അങ്ങനെ അയാൾ പീറ്ററിനെ അന്വേഷിച്ച് നേരെ അവന്റെ സ്കൂളിലേക്കാണ് ചെല്ലുന്നത്. അയാൾ അവിടെ എത്തിയ ഉടനെ തന്നെ അവിടെ മുഴുവൻ തല്ലി പൊളിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ അതെല്ലാം കണ്ട് പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളും പീറ്ററും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവൻ അയാളുടെ വാല് മുറിച്ച് മാറ്റുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ ആ വാല് പിന്നെയും മുളച്ചു വരാൻ തുടങ്ങി. അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ പല്ലി പീറ്ററിനെ പിടിക്കുമെന്നാവുമ്പോൾ പെട്ടെന്ന് ഗ്വെൻ അങ്ങോട്ട് ഓടി വന്ന് ആ പല്ലിക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. ഈ സമയം പീറ്റർ ആ പല്ലിക്ക് നേരെ അവന്റെ വെബ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം അയാൾക്ക് നേരെ വെബ് ഷൂട്ട് ചെയ്ത് അവൻ അയാളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ ചെയ്യുന്നത് ഗ്വെന്നിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ വേഗം അവളെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഒരു വെബിലാണ് അവൻ അവളെ പുറത്തേക്ക് തൂക്കിയിടുന്നത്. അതിനുശേഷം അവൻ നോക്കുമ്പോൾ ഡോക്ടറിനെ അവിടെ കാണുന്നില്ല. അവൻ വേഗം അയാളുടെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയതിനു ശേഷം അവൻ നേരെ ആ സീവേജിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഈ സമയം ഗൻ അവനെ ഫോണിൽ വിളിക്കുന്നത്. അത് കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നീ ഓസ്ബോണിലേക്ക് ചെല്ലണം. അവിടെയാണ് അയാൾക്കുള്ള ആന്റിഡോട്ട് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് വരണം അവൻ അവളോട് പറയുന്നു. അത് കേൾക്കുന്ന അവൾ ഓക്കെ പറയുന്നു. അങ്ങനെ അവൻ ഡോക്ടറെയും തെരഞ്ഞു നടക്കുമ്പോഴാണ് ആ സീവേജിനകത്തുള്ള അയാളുടെ ലാബ് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം അവിടുത്തെ ആ കമ്പ്യൂട്ടറൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അവനൊരു കാര്യം മനസ്സിലായി. ഓസ്ബോണിലുള്ള ഒരു മെഷീൻ വെച്ച് ആ സിറം മൊത്തം സ്പ്രെഡ് ചെയ്ത് ആ സിറ്റിയിലെ മുഴുവൻ ആളുകളെയും അയാളെപ്പോലെ തന്നെ പല്ലികളാക്കി മാറ്റാനാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ഓസ്ബോണിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ഇതേ സമയം തന്നെ സിറ്റിയിൽ ഒരിടത്ത് നിൽക്കാണ് ഡോക്ടർ. പെട്ടെന്നാണ് കുറെ പോലീസുകാർ അയാൾക്ക് മുന്നിലേക്ക് വരുന്നത്. അവരെല്ലാവരും ചേർന്ന് ഡോക്ടർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം വെടികൊണ്ട് കഴിയുമ്പോൾ ആ ഭീകരം പല്ലി താഴേക്ക് വീഴുന്നു. ഈ സമയം പോലീസുകാരെല്ലാം അയാളുടെ അടുത്തേക്ക് നടക്കുന്നു. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അയാളുടെ കയ്യിൽ ആ സിറം ഉണ്ടായിരുന്നു. അയാൾ അതൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ദേഹത്ത് തട്ടുമ്പോൾ ആ പോലീസുകാരെല്ലാം പല്ലികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം പീറ്റർ വീണ്ടും സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തവണ ആ പല്ലിയെ ആയിരുന്നില്ല അവന് നേരിടേണ്ടി വന്നത്, മറിച്ച് പോലീസുകാരായിരുന്നു. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് അവന് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് അവൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ടാവുന്നില്ല. അവൻ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ പോലീസുകാരെല്ലാം ചേർന്ന് അവനെ വിലങ്ങു വെക്കുന്നു. ഈ സമയത്താണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ വേഗം വന്ന് അവന്റെ മാസ്ക് മാറ്റുന്നു. പക്ഷെ അവൻ അപ്പോഴും അവന്റെ മുഖം കാണിക്കുന്നില്ല. അവൻ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും നേരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഫൈറ്റ് ചെയ്തിട്ടും അവന് ജയിക്കാൻ സാധിക്കുന്നില്ല. അവൻ വീണ്ടും അവരുടെ മുന്നിൽ തന്നെ പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ക്യാപ്റ്റൻ അവന്റെ മുഖം കാണുന്നത്. അത് പീറ്റർ പാർക്കർ ആണ് എന്ന കാര്യം അയാൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയം അവൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മകൾ ഇപ്പോൾ ഓസ്ബോണിലാണുള്ളത്. ആ ഭീകരം പല്ലി അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. എന്നെ നിങ്ങളിപ്പോ പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ ജീവൻ ആപത്താണ് അവൻ പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾ അവനെ പോകാൻ അനുവദിക്കുന്നു. അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഒരു പോലീസുകാരൻ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അത് അവന്റെ കാലിലാണ് കൊള്ളുന്നത്. എങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ആ ഭീകരം പല്ലി ആ ആന്റിഡോട്ടുമായിട്ട് ആ ടവറിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ ആണെങ്കിൽ അയാളെ ഫോളോ ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവന്റെ കാലിൽ മുറിവേറ്റത് കാരണം അവന് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇതേ സമയം
തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാണ് ഒരു ക്രെയിൻ ഓപ്പറേറ്റർ. സ്പൈഡർമാൻ ആകെ തളർന്നിട്ടുണ്ട് എന്ന് ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നു. അയാൾ വേഗം ആ ബിൽഡിംഗിന്റെ മുകളിലുള്ള ക്രെയിനുകളെല്ലാം അവന് പോകാൻ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ ആ ക്രെയിനുകളിലൊക്കെ തൂങ്ങി വേഗം തന്നെ ആ ടവറിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. ഈ സമയം ഗൻ ആ ആന്റിഡോട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ അവളെ പിടിക്കുന്നു. അത് കാണുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ തടയരുത്, എനിക്ക് ഈ ആന്റിഡോട്ട് സ്പൈഡർമാന്റെ അടുത്ത് എത്തിച്ചേ പറ്റൂ അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ ഗൻ, നീ ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ നോക്ക്, ഇത് അവന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ ആ ആന്റിഡോട്ട് അവളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നു. ഇതേ സമയം തന്നെ ഡോക്ടർ ആ സിറം എല്ലാം ആ ബിൽഡിംഗിന്റെ മുകളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പീറ്റർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഫൈറ്റ് ചെയ്തിട്ടും അവൻ അയാളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. അയാൾ അവനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കൂടെ ഫൈറ്റ് ചെയ്തതിനു ശേഷം ആ ഭീകരം വല്ലി അയാളുടെ വാല് വെച്ച് അവന്റെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുന്നു. അതിനുശേഷം അവനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പീറ്റർ മറ്റൊരു കാര്യം ചെയ്യുന്നത്. അവിടെ ലിക്വിഡ് നൈട്രജന്റെ ഒരു വാൽവ് ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അത് ഊരിയെടുത്ത് അയാളുടെ നേരെ സ്പ്രെഡ് ആക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അയാൾ ഐസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ക്യാപ്റ്റനും അങ്ങോട്ട് വരുന്നു. അതിനുശേഷം അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അയാൾ ആ ആന്റിഡോട്ട് പീറ്ററിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. നീ വേഗം ചെന്ന് ഇത് സെറ്റാക്കാൻ നോക്ക്, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അയാൾ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൻ വേഗം ആന്റിഡോട്ടും എടുത്ത് ആ ടവറിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഡോക്ടറുടെ ആ കട്ടായി പോയ ഭാഗങ്ങളെല്ലാം വീണ്ടും വളർന്നു വരാൻ തുടങ്ങി. അയാൾ അയാളുടെ കയ്യിലെ നഖങ്ങൾ വെച്ച് ക്യാപ്റ്റന്റെ വയറിന് ഒരു കുത്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾ തളർന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ ഡോക്ടർ വളരെ പെട്ടെന്ന് തന്നെ പീറ്ററിനെയും ഫോളോ ചെയ്ത് നേരെ ആ ടവറിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും പീറ്റർ ആ ആന്റിഡോട്ട് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. അതോടൊപ്പം തന്നെ ആ ആന്റിഡോട്ട് സിറ്റി മുഴുവൻ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അത് നേരെ ആ ഡോക്ടറുടെ ദേഹത്തേക്കും വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ ആ പല്ലിയുടെ രൂപമൊക്കെ മാറി അയാളുടെ ഒറിജിനൽ രൂപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ ആ ടവറിന്റെ മുകൾ ഭാഗം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ പീറ്ററും താഴേക്ക് പോകുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നു. അവൻ താഴെ വീഴുന്നതിന് മുമ്പായി ഡോക്ടർ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അങ്ങനെ ഡോക്ടറാണ് അവൻ അവിടെ നിന്നും രക്ഷിക്കുന്നത്. അതൊക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവൻ. ഈ സമയം ഡോക്ടർ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ അപകടം പറ്റിയിട്ടുണ്ട്, നീ പോയി അതൊന്നും നോക്ക് അയാൾ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ അവൻ നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ക്യാപ്റ്റൻ ഇപ്പോൾ ഏകദേശം മരിക്കാറായിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പേ അയാൾ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. അതായത് നീ എനിക്കൊരു പ്രോമിസ് തരണം. നീ ഇനിയും ഫേമസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഗന്ന് നിന്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവളെ അതെല്ലാം ബാധിക്കും. അത് അവളുടെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് അവളെ നീ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കണം. ഈ ഒരു പ്രോമിസ് എനിക്ക് നീ തന്നേ പറ്റൂ അയാൾ പറയുന്നു. അയാളുടെ അവസാനത്തെ ആഗ്രഹമായതുകൊണ്ട് തന്നെ പീറ്ററിന് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ അയാൾക്ക് ആ പ്രോമിസ് കൊടുക്കുന്നു. അത് കേട്ട് വളരെ സമാധാനത്തോടെ അയാൾ കണ്ണുകൾ അടയ്ക്കുന്നു. അയാളുടെ ആ മരണം കണ്ട് വളരെ സങ്കടത്തോടെ അവിടെ തന്നെ ഇരിക്കുകയാണ് പീറ്റർ. അങ്ങനെ പിറ്റേ ദിവസമായി ഗwen ഇപ്പോൾ പീറ്ററിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവളുടെ അച്ഛന്റെ ഫ്യൂണറലിന് അവൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ വന്നിരുന്നു. പക്ഷെ പീറ്റർ അങ്ങോട്ട് പോയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. എനിക്കതിന് കഴിയില്ല ഗwen, നമ്മൾ തമ്മിൽ ഇനി കാണണ്ട, അത് ശരിയാവത്തില്ല അവൻ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് വളരെ വിഷമമാണ് ഉണ്ടാവുന്നത്. അവൾ പോകാൻ നേരത്ത് അവനോടൊരു കാര്യം പറയുന്നുണ്ട്. എനിക്കറിയാം ഇത് നീ സ്വയം എടുത്ത തീരുമാനമല്ല, എന്റെ അച്ഛന് നീ വാക്ക് കൊടുത്തിരുന്നല്ലേ, സാരമില്ല എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു ദിവസം അവനിപ്പോൾ അവന്റെ ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവനും ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൾ അവനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഈ സമയം അവരുടെ ടീച്ചർ അവനോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് നീ വൈകിയാണല്ലോ വന്നത്, ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ അവർ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവത്തില്ല മിസ് അവൻ പറയുന്നു. ഈ സമയം ടീച്ചർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നീ പ്രോമിസ് ഒന്നും ചെയ്യേണ്ട പീറ്റർ, നിനക്കതൊന്നും പാലിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം ടീച്ചർ പറയുന്നു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് പീറ്റർ. അവന്റെ മുന്നിലായിട്ട് തന്നെയാണ് ഗവനും ഇരിക്കുന്നത്. ടീച്ചർ ആ പറയുന്നതെല്ലാം കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അവൾ. അവൾക്കറിയാം പീറ്റർ അച്ഛന് കൊടുത്ത വാക്കും പാലിക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ പീറ്റർ വീണ്ടും സ്പൈഡർമാനായി അവന്റെ യാത്ര തുടങ്ങി. ഇനി അങ്ങോട്ട് അവൻ ഒറ്റയ്ക്കല്ല, സിറ്റിയിലെ പോലീസുകാർ മുഴുവൻ അവന്റെ സപ്പോർട്ടിനുണ്ട്. സിറ്റിയുടെ മുഴുവൻ പ്രൊട്ടക്ഷനും ഇപ്പോൾ അവനും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 2012 പുറത്തിറങ്ങിയ അമേസിംഗ് സ്പൈഡർമാൻ എന്ന സിനിമയുടെ കഥ. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ കിടിലൻ ഒരു പുതിയ മൂവിയുടെ കഥയുമായിട്ട് നമുക്ക് നാളെ വൈകുന്നേരം 6 മണിക്ക് കാണാം.